അല്പ ചന്തമൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ അവര് പരസ്യത്തിൽ അഭിനയിപ്പിക്കാമെന്ന് സമ്മതിച്ചത്. ഒന്നും തോന്നരുത്, ഈ കല്യാണം നടക്കണമെങ്കിൽ പെണ്ണ് അഭിനയിക്കണം, അത്രേ ഉള്ളൂ. മതി, നിർത്ത്. ഇതെന്താ കല്യാണോ അതോ കച്ചവടം? കുഞ്ഞെ വേണ്ട. നോക്കൂ, അവൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യത്തിന് എന്തിനാ നിർബന്ധിക്കുന്നത്? അപ്പോ ഇവള് മത്സരത്തിൽ വിജയിച്ച് ബ്രാൻഡ് അംബാസഡർ ആയതോ? കിരീടം വെച്ച് നിൽക്കുന്ന ഫോട്ടോ പത്രങ്ങളിലെല്ലാം വന്നിരുന്നല്ലോ, അത് അഭിനയമല്ലേ? വേറെ ന്യായങ്ങളൊന്നും കേൾക്കണ്ട. പെണ്ണ് അഭിനയിക്കാമെന്ന കണ്ടീഷൻ ഓക്കെ ആണെങ്കിൽ ഈ കല്യാണം നടക്കും, അല്ലെങ്കിൽ വിട്ടേക്ക്. വിട്ടു. കല്യാണിയെ പോലൊരു പെണ്ണിനെ കെട്ടാനേ 100 പേര് വരും. അതെ, 100 അല്ല, 1000 പേര് വരും. കൂട്ടത്തിൽ നിങ്ങളും. എന്താടാ നീ പറഞ്ഞു? കാര്യം പറയുമ്പോ അടിക്കുന്നോ? അല്ലെങ്കിൽ കല്യാണിയുടെ കാര്യം പറയുമ്പോ നിങ്ങൾക്ക് എന്താ എത്ര കൊള്ളുന്നത്? മനസ്സിൽ അങ്ങനെ ഒരു ഉദ്ദേശം ഉള്ളതുകൊണ്ട് തന്നെയല്ലേ? മര്യാദയ്ക്ക് സംസാരിക്കണം. വീട്ടിൽ കയറി വന്ന് അനാവശ്യം പറഞ്ഞ കൊന്നുകളി ഞാൻ. കൊല്ലും കൊല്ലും. മോളുടെ ഐശ്വര്യമൊന്നും പറയണ്ട. തലയെടുത്തപ്പോഴേ തള്ള അങ്ങ് ചത്തു. ഇവളെ കെട്ടിയ എന്റെ മോന്റെ അവസ്ഥയും അത് തന്നെയായിരിക്കും. ഈ ലക്ഷണം കെട്ടവളുമായിട്ടുള്ള കല്യാണം നമുക്ക് വേണ്ടടാ. വാ പോവാം. കച്ചവടത്തിന് ഇറങ്ങിയിരിക്കുന്നു വൃത്തികെട്ടന്മാര്. കല്യാണി കരയണ്ട, അവര് പോയത് തന്നെ നല്ലത്. കല്യാണിയുടെ മനസ്സിനും സ്വഭാവത്തിനും നല്ലൊരു ചെറുക്ക ഇനിയും വരും. ദാസേട്ടാ, ഞാൻ ഇറങ്ങാം. അച്ഛനോട് ഞാൻ പറഞ്ഞില്ലല്ലോ എനിക്കിപ്പോ കല്യാണം വേണമെന്ന്. എന്തിനാ വെറുതെ? ഈ കാറൊന്ന് പാർക്ക് ചെയ്തേക്കും. പാർക്ക് ചെയ്തിട്ട് വരാം. ആന്റി, ആന്റി. ഹായ് അരവിന്ദ്. ഹലോ. ആന്റി എവിടെ? നോ ഐഡിയ. ഇതൊരു വലിയ വീടല്ലേ, എവിടെയെങ്കിലൊക്കെ ഉണ്ടാവും. പോയി അന്വേഷിക്കും. വെറുതെ എന്നെ ഇറിറ്റേറ്റ് ചെയ്യാൻ നോക്കണ്ട അരവിന്ദ്. ഞാനിപ്പോ വന്ന എന്തിനെന്നറിയോ? ഒന്ന് ഗസ് ചെയ്തേ. നമ്മുടെ മാനസിക പൊരുത്തം നോക്കാലോ. അത് പ്രത്യേകിച്ച് നോക്കാനൊന്നുമില്ല, പൊരുത്തം വളരെ കുറവാ. Hey, come on, Arvind. Why are you doing this? കല്യാണി, കല്യാണി നിൽക്ക്. പേടിക്കണ്ട, എനിക്ക് നിന്നോട് ദേഷ്യമൊന്നും ഇല്ല കല്യാണി. Now we are friends. അരവിന്ദനോട് നിനക്കുള്ള ഫ്രണ്ട്ഷിപ്പ് ഇനി എന്നോടും ആവാം. ബൈ ദ ബൈ, നീ നല്ലതുപോലെ കോഫി ഉണ്ടാക്കുന്ന അങ്കിള് പറഞ്ഞു കേട്ടിട്ടുണ്ട്. എന്തേ, ഞാനിനി നേരിട്ട് പറയണോ എനിക്കൊരു കോഫി തരാൻ? വേണ്ട വേണ്ട, ഒരു 10 സെക്കൻഡ്, ഞാൻ കോഫി ആയിട്ട് വരാം. അനിയൻ കുഞ്ഞിനിട്ടതിന്റെ ബാക്കി അകത്തിരിപ്പുണ്ട്. അരവിന്ദ്, എൻഗേജ്മെന്റിനുള്ള ഡ്രസ്സ് നമുക്ക് ഒരുമിച്ച് വേണം പോയി എടുക്കാൻ. എവിടുന്ന് വേണമെന്നുള്ളത് അരവിന്ദിന്റെ ചോയ്സ്. ഡ്രസ്സൊക്കെ എടുക്കാം, പക്ഷെ എൻഗേജ്മെന്റ് നടക്കില്ല. എന്താ
അരവിന്ദ് എന്തെങ്കിലും പറഞ്ഞോ? ഏയ് ഒന്നുമില്ല, എൻഗേജ്മെന്റ് അടുത്തല്ലോ എന്ന് പറയായിരുന്നു. യെസ്, സത്യം പറഞ്ഞ എനിക്കിപ്പോ ഊണിലും ഉറക്കത്തിലും ഒക്കെ അതിനെ കുറിച്ചുള്ള ചിന്ത മാത്രമേ ഉള്ളൂ. താങ്ക്സ്. ഇന്നത്തെ കോഫി സാധാരണക്കാട്ട് സൂപ്പറാണല്ലോ കല്യാണി. നിന്റെ കൈപ്പുണ്യ അബ്ബാരാട്ടോ, സിംപ്ലി ഓസം. സത്യം പറഞ്ഞാലേ കുറച്ചു മുമ്പ് വരെ ഭയങ്കര ടെൻഷനായിരുന്നു, പക്ഷെ ഈ കോഫി കുടിച്ചപ്പോ ഭയങ്കര റിലാക്സ്ഡ് ആയി. താങ്ക്സ് കല്യാണി. എന്നെ വെറുപ്പിക്കാനാ നീ അവളെ പുകഴ്ത്തുന്നെന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം. വീട്ടു മോനെ, നമ്മളിത് കൊറേ കണ്ടതാ. ആ നന്ദന, നീ കോഫി കുടിക്കുന്നില്ലേ? കല്യാണിയുടെ കോഫി ഭയങ്കര ഇഷ്ടാന്ന് പറഞ്ഞിട്ട്. മാത്രമല്ല നിങ്ങൾ ഭയങ്കര ഫ്രണ്ട്സ് അല്ലേ ഇപ്പോ? കമോൺ കുടിക്ക്, ചൂട് കളയണ്ട. എങ്ങനെയുണ്ട്? ഗുഡ്, വെരി ഗുഡ്. ആ നന്ദന, ഹായ് മോളു. ആന്റി എനിക്ക് വേണ്ടി 50 സാരി വാങ്ങിന്നറിഞ്ഞു. താങ്ക് യു. ഐ എം റിയലി ഹാപ്പി ആന്റി. ഇറ്റ്സ് ഓക്കെ മോളെ. നീ അരവിന്ദിന് എന്തോ പർച്ചേസ് ചെയ്യാൻ പോയിരിക്കുന്നു എന്ന് നിന്റെ അമ്മ പറഞ്ഞു. യെസ് ആന്റി. അരവിന്ദ്, a small gift for you. ഇത് ഇംഗ്ലണ്ടിൽ നിന്ന് വരുത്തിയത്. ജസ്റ്റ് 2 lakhs. സാധാരണ പേന അല്ല ഇത്. 24 കാരറ്റ് തങ്കത്തിൽ പണിഞ്ഞതാ. ആന്റി, ഞങ്ങളുടെ കല്യാണത്തിന് ശേഷം തുടങ്ങാൻ പോകുന്ന പുതിയ പ്രോജക്റ്റിന് ഇത് വെച്ച് വേണം അരവിന്ദ് ഒപ്പിടാൻ. എനിക്കൊരാഗ്രഹം, ഈ ഗിഫ്റ്റ് ആന്റിയുടെ കൈകൊണ്ട് വേണം അരവിന്ദിന് നൽകാൻ. മോളെ, നിന്നെ ഇപ്പൊ കാണുമ്പോ 25 വർഷങ്ങൾക്ക് മുൻപുള്ള എന്നെയാ എനിക്ക് ഓർമ്മ വരുന്നത്. ഞാനും കല്യാണത്തിന് മുൻപ് കൃഷ്ണേട്ടന് ഇതുപോലൊരു ഗിഫ്റ്റ് സമ്മാനിച്ചതാ. ദാ, സന്തോഷത്തോടെ വാങ്ങിക്കേ. അരവിന്ദേ, നന്ദനൻ നിന്നോട് കാണിക്കുന്ന ഈ അടുപ്പവും കെയറും ഒക്കെ നീ തിരിച്ചും കാണിക്കണം. ഓക്കെ? ശരിയമ്മേ. ആന്റി, ഇത് ഞങ്ങളുടെ എൻഗേജ്മെന്റിന് ഞാൻ തന്നെ ഡിസൈൻ ചെയ്തതാ. Wow! Nice! കൊള്ളാം. It's beautiful. നമ്മുടെ നിശ്ചയത്തിന്റെ കാർഡ് ഞാൻ തന്നെ അരവിന്ദിന് തരുന്നത് ശരിയാണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഇത് എന്റെ ഇഷ്ടത്തിന് ഡിസൈൻ ചെയ്തത്. പ്ലീസ് ഇത് വാങ്ങിക്കണം. വാങ്ങിച്ച അരവിന്ദേ. അപ്പൊ ശരി ആന്റി, എന്റെ ഒരു ഫ്രണ്ട് US-ലേക്ക് പോവാ. അവളൊന്ന് സെൻഡ് ഓഫ് ചെയ്യണം. കുറച്ച് ബിസിയാ. ബൈ ആന്റി. ഓക്കെ മോളെ, ബൈ. ബൈ അരവിന്ദ്. ബൈ. ഇഷ്ടപ്പെട്ടോ നിനക്ക്? ഇഷ്ടപ്പെട്ടമ്മേ. ഞാൻ കാർഡിന്റെ കാര്യമല്ല ചോദിച്ചേ, നന്ദനെ ഇഷ്ടപ്പെട്ടോന്നാ.
ഇഷ്ടായി അമ്മേ. അമ്മയുടെ സെലക്ഷനാണ്. ഗുഡ്. അമ്മയുടെ സെലക്ഷൻ തെറ്റാറില്ല. കഷ്ടമാണ് കേട്ടോ എന്റെ കാര്യം. നിങ്ങൾക്കൊന്നും ഞാൻ പറഞ്ഞ എന്താ മനസ്സിലാവത്തെ? അതോ എന്നെ കൊലക്കി കൊടുക്കാനാണോ ഉദ്ദേശം? എനിക്ക് അവളെ വേണ്ടാന്ന് 1000 വട്ടം പറഞ്ഞതല്ലേ. എന്നിട്ട് എന്തിനാ എന്നെ ഇങ്ങനെ ഭ്രാന്ത് പിടിക്കുന്നു? എവിടെയെങ്കിലും ഒന്ന് ഇറങ്ങിപ്പോയാ മതി. മടുത്തു, ജീവിതമേ മടുത്തു. അനിയൻ കുഞ്ഞ് എന്തൊക്കെയായി കാണിക്കുന്നേ? ഇതെന്താ ഭ്രാന്തായോ? വെറും ഭ്രാന്തല്ല, നല്ല മുഴുത്ത ഭ്രാന്ത. എന്താ കല്യാണി എല്ലാരും എന്നോട് ഇങ്ങനെ? ഏയ് ഒന്നുമില്ല, ഒരു പ്രശ്നവും ഇല്ല ഇവിടെ. ദേ, ഈ നിശ്ചയത്തിന്റെ കാർഡ് നല്ല ഭംഗിയുണ്ട്. ഒരു ഭംഗിയില്ല, കുറവേ ഉള്ളൂ. കാർഡും കൊള്ളില്ല, അവളും കൊള്ളില്ല. അല്ലെങ്കിൽ തന്നെ അവൾ ആരോട് വെച്ചിട്ട് ഈ കാർഡ് അടിച്ചത്? എനിക്ക് ഈ കല്യാണത്തിന് ഇഷ്ടമുണ്ടോന്ന് ആരെങ്കിലും ചോദിച്ചോ? അവളുടെ ഒരു കാർഡ്. അയ്യോ, എന്താ ഈ കാണിക്കുന്നേ? എല്ലാരുടെ മുമ്പിൽ വെച്ച് കാർഡ് ഇഷ്ടായെന്ന് പറഞ്ഞിട്ട് ഈ കാണിച്ചത് ശരിയായെന്ന് തോന്നുന്നുണ്ടോ അനിയൻ കുഞ്ഞിന്? ഈ കാർഡ് കാണുമ്പോ എന്റെ ചരമക്കാട് നേരിട്ട് കാണുന്ന പോലെ എനിക്ക്. ഞാൻ എല്ലാരും മുമ്പിൽ വെച്ച് കാർഡ് ഇഷ്ടപ്പെട്ടു എന്നൊരു കള്ളമല്ലേ പറഞ്ഞുള്ളൂ. അവളെ അഭിനയിക്കുക മികച്ച നടിയായിട്ട്. എല്ലാവരും അഭിനയിച്ച് പറ്റിക്കുക അവള്. വെറുതെ ഓരോന്നും പറയണ്ട. നിശ്ചയത്തിന് ഇനി ദിവസങ്ങളേ ഉള്ളൂ. അത് വേണം നമ്മളിപ്പോ ആലോചിക്കാൻ. ഒരാലോചനയും വേണ്ട. ഈ കല്യാണത്തിന് ഞാൻ സമ്മതിക്കില്ല. അത് തന്നെയാ നടക്കാൻ പോകുന്നത്. ദൈവമേ, എന്ത് വർത്താനായി പറയണേ? ഇവിടെ ഉള്ളവരൊക്കെ നല്ലതിനല്ലേ ചെയ്യണേ? അതെന്താ ഓർക്കാത്തെ? എന്ത് നല്ലതിനാ കല്യാണി? എനിക്ക് എത്ര വയസ്സുണ്ടെന്നറിയോ കല്യാണിക്ക്? കെട്ടിച്ചു വിടാൻ മൂക്കിൽ പല്ലൊന്നും വന്നിട്ടില്ല. പിന്നെ എന്തിനാ എന്നെ ഇങ്ങനെ എല്ലാവരും കൂടി നിർബന്ധിക്കുന്നേ? കൂട്ടുകാരുമായി അടിച്ചു പൊളിച്ച് നടക്കുന്ന പ്രായത്തില് പെണ്ണും പ്രാരാബ്ദവും. പറ്റില്ല എനിക്ക് ഈ കല്യാണം വേണ്ട വേണ്ട വേണ്ട. പക്ഷേ മാഡം വാക്കുകൊടുത്ത കാര്യം ഇത്. ഇനിയിപ്പോ മാറ്റാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് അമ്മ വാക്കുകൊടുത്തെങ്കിൽ അമ്മയ്ക്ക് വേണ്ടി ഞാൻ എന്റെ ലൈഫ് കളയണോ? വെറുത്തു കല്യാണി. എനിക്ക് ജീവിക്കണം എന്ന് പോലുമില്ല. ജീവിതം വെറുത്തു ഞാൻ. നീ നോക്കിക്കോ, ഞാൻ എവിടെയെങ്കിലും ഓടിച്ചോടിപ്പോ ഇന്ന് തന്നെ. അനിയൻ കുഞ്ഞ്, എന്റെ ഈശ്വര, ഇനിയിപ്പൊ എന്താ ചെയ്യാൻ പറ്റണേ? ഇതെങ്ങനെ മാഡം കണ്ട തീർന്നു. ആരും കാണാണ്ട് എടുത്ത് മാറ്റുന്നതാ ബുദ്ധി.
നിക്കടി. എന്താടി നിനക്കൊരു പരിഭ്രമം പോലെ? ആകെ വേർത്തു തുടങ്ങിയല്ലോ. ഒന്നുമില്ല മാഡം, ഒന്നുമില്ല. അല്ല, എന്തോ ഒരു വശപശകുണ്ട്. എന്താ കാര്യം? ഏയ് ഒന്നുമില്ല, മാഡത്തിന് വെറുതെ തോന്നണതാ. ശരി ശരി, നീ ഒരു കാര്യം ചെയ്യും. ഉണക്കമുന്തിരിയും ബദാമും പിസ്തയും ഈന്തപ്പഴവും ഏലക്കയൊക്കെ ഇട്ട് ഒരു സ്പെഷ്യൽ ജ്യൂസ് അടിച്ചോണ്ട് വാ. നല്ല ദാഹം. ശരി, ഇപ്പൊ കൊണ്ടുവരാം. നിക്കടി. മോളൊന്ന് തിരിഞ്ഞേ, തിരിയടി. ഇവിടെ നിന്നിട്ട് കുറച്ചു നാളല്ലേ ആയുള്ളൂ. അതിനു മുമ്പ് നീ അങ്ങ് ഗ്ലാമർ ആയല്ലോടി. എനിക്കുണ്ടാക്കുന്ന ജ്യൂസൊക്കെ നീയാണോ കുടിക്കുന്നത്? ഏയ് ഞാൻ അങ്ങനെയൊന്നും. കല്യാണ പെണ്ണല്ലേ, അല്പം ഗ്ലാമർ ഒക്കെ ഉണ്ടാക്കി വെക്കുന്നത് നല്ലതാ. അഹങ്കാരം ഉണ്ടാകാണ്ടിരുന്നാ മതി. ശരി, പോ. നിക്കടി. നീ എന്താ സാരിത്തുമ്പിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നെ? ഇത് മുറിയിൽ കിടന്ന വേസ്റ്റ് പേപ്പറാ, അല്ലാതൊന്നുമില്ല. ഓഹോ, അപ്പൊ വേസ്റ്റ് പേപ്പറാണോ നീ സാരിത്തുമ്പിൽ മറച്ചു പിടിച്ചോണ്ട് പോകുന്നേ? അത് ഞാനങ്ങ് വിശ്വസിക്കണോ അല്ലേ? സത്യം ഞാൻ പറയണേ. ശരി ശരി, ആയിക്കോട്ടെ, നീ അത് കാണിക്കും. മാഡം, വേസ്റ്റ് പേപ്പർ അല്ലേ, എന്തിനാ കാണിക്കണേ? മര്യാദക്ക് കാണിക്കടി. നീ കാണിക്കാൻ. കാണിക്ക്. ചേച്ചി, ഞാൻ ഇപ്പൊ വരാടി. നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. ദേ വരുന്നേ ചേച്ചി. അവൻ ഒളിച്ചോടി പോകുന്നു പറഞ്ഞു. പറഞ്ഞു. ഈ അനിയൻ കുഞ്ഞു മാത്രം എന്താ ഇങ്ങനെയെന്ന് എനിക്ക് മനസ്സിലാവാത്തെ. വെറുതെ ജീവിതം ഇല്ലാണ്ടാക്കണത് ഓർക്കുമ്പോ വല്ലാത്ത സങ്കടമുണ്ട്. അറിയാം, മനസ്സിലാവുന്നുണ്ട്. കീറിപ്പോയത് എത്ര നന്നായിട്ട് ഒട്ടിച്ചു വെച്ചാലും അതറിയാൻ പറ്റും. പക്ഷേ അരവിന്ദ് കൃഷ്ണൻ ഒരു വിവാഹ ക്ഷണക്കത്തല്ലല്ലോ. അതുകൊണ്ട് നമുക്ക് ചവറ്റുകുട്ടയിൽ ഉപേക്ഷിക്കാനും പറ്റില്ല. അത് ശരി തന്നെയാ. ദേ, ഈ കീറിയ കത്ത് പോലും ചവറ്റുകുട്ടയിലിടാൻ മനസ്സനുവദിക്കുന്നില്ല. ഒരു മംഗളകർമ്മത്തിന് അച്ചടിച്ച കാർഡായത്. ഉറപ്പായും ക്ഷേത്രത്തിൽ പൂജിച്ചു വാങ്ങിയതായിരിക്കും ഇത്. ഇത് കീറിയെറിഞ്ഞപ്പോ അനിയും കുഞ്ഞ് അതൊന്നും ചിന്തിച്ചിട്ടുണ്ടാവില്ല. ഈ കുടുംബത്തിന്റെ അഭിമാനത്തെക്കുറിച്ച് പോലും മറന്നു. അങ്ങനെയൊക്കെ ആലോചിച്ച് നീ ഇനി ഇത് സൂക്ഷിച്ചു വെക്കാൻ നിൽക്കണ്ട. അമ്മ കണ്ട ആകെ വിഷയോ കളഞ്ഞേക്ക്. എന്താ? ശരി, പക്ഷേ വലിയ കുഞ്ഞ് അനിയൻ കുഞ്ഞിനെ അന്വേഷിച്ചു പോണം. അനിയൻ കുഞ്ഞിന്റെ സങ്കടമൊന്നും ആരും മനസ്സിലാക്കണില്ല എന്നാ അനിയൻ കുഞ്ഞിന്റെ പരാതി. നന്ദന മേഡത്തിനെ കെട്ടാൻ ഇഷ്ടമില്ലാത്തോണ്ടാ ഇങ്ങനെയൊക്കെ കാണിക്കണേ. അറിയാം, പക്ഷേ നന്ദനെ അവൻ എന്താ ഇഷ്ടപ്പെടാത്തത്? അവക്ക് എന്താ ഒരു കുറവ്? സൗന്ദര്യമില്ലേ? വിദ്യാഭ്യാസമില്ലേ?
ഇതൊന്നുമില്ല. അവന് നന്നാവൻ ഉദ്ദേശമില്ല, അത്ര തന്നെ. ഇത് അമ്മ തീരുമാനിച്ച കല്യാണം, ഞാൻ നടത്തിയിരിക്കും കല്യാണി. അവൻ ഒളിച്ചോടിപ്പോയാൽ കണ്ടുപിടിച്ച് അറസ്റ്റ് ചെയ്തു കൊണ്ടുവന്ന് ഞാൻ ഈ ചടങ്ങ് നടത്തും. അതെന്റെ തീരുമാനമാണ്. തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരിയുടെ മകൻ ആനന്ദിന്റെ തീരുമാനം.